വളർത്തുനായയെ അടുത്തേക്ക് വിളിച്ചിട്ട് വരാത്തതിന് നായയുടെ ദേഹമാസകലം വെട്ടിപ്പരിക്കേൽപ്പിച്ച ഉടമ. തെരുവിൽ ഉപേക്ഷിച്ച നായയെ ആനിമൽ റെസ്ക്യൂ സംഘമെത്തി അഭയകേന്ദ്രത്തിലേക്ക് മാറ്റി. തൊടുപുഴയിലാണ് സംഭവം. തൊടുപുഴ പോലീസ് ആനിമൽ റെസ്ക്യൂ സംഘത്തിന്റെ പരാതിയിൽ കേസെടുത്തു. വിളിച്ചിട്ടടുത്തു വരാത്തതിൽ പ്രകോപിതനായാണ് വളർത്തുനായയോട് ഉടമയുടെ ക്രൂരത. ദേഹമാസകലം വെട്ടേറ്റ നിലയിൽ തൊടുപുഴ മുതലക്കോടത്തു നിന്നാണ് ആനിമൽ റെസ്ക്യൂ സംഘം നായയെ കണ്ടെടുക്കുന്നത്. യാത്രക്കാർ വിവരമറിയിച്ചതിനെ തുടർന്നാണ് സംഘം സ്ഥലത്തെത്തി നായയുടെ രക്ഷകരായത്. തുടർന്ന് സ്വകാര്യ വെറ്റിനറി ആശുപത്രിയിലെത്തിച്ച് അടിയന്തര ചികിത്സ നൽകിയ ശേഷം അഭയകേന്ദ്രത്തിലേക്ക് മാറ്റുകയായിരുന്നു. അടുത്ത് ഇന്ന് രാവിലെ മണക്കാട് വെറ്റിനറി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. സാറ് പറഞ്ഞത് ഇതിന് സർജറി വേണമെന്നാണ്. കൈ സർജറി ചെയ്യേണ്ട അത്യാവശ്യമുണ്ട്. കമ്പിയിട്ട് ഇതാക്കേണ്ട സാഹചര്യമാണ്. പിന്നെ തലയിൽ അതുപോലെ തന്നെ തുന്നലിട്ട് തലയോട്ടിയിൽ എന്താ സംഭവിച്ചതെന്ന് എക്സ്റേ എടുത്ത് നോക്കാനുമുണ്ട്. പിന്നെ ഓണർ മറ്റുള്ളവരോട് നാട്ടുകാർ കണ്ടവരും അവരെല്ലാം പറയണത്, ഓണർ പറഞ്ഞത് നായ വിളിച്ചിട്ട് വന്നില്ല. ഓണർ വിളിച്ചപ്പോൾ നായ അയാളുടെ അടുത്തേക്ക് വന്നില്ല എന്നാണ്. അങ്ങനെയൊക്കെ ഒരു കാരണം പറഞ്ഞ ഒരു സ്വന്തം വളർത്തു നായയെ ഇങ്ങനെ വെട്ടിപ്പരിക്കേൽപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര മാരകമാണ്. നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ നമ്മൾ തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ തന്നെ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അയാൾക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കാൻ തന്നെയാണ് നമ്മളുടെ തീരുമാനം. കാരണം ഇങ്ങനെ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും നമ്മളിതിന് മുൻപും കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. വലിയ നിയമ നടപടിയൊന്നും എടുക്കാതെ പോയിട്ടുണ്ട്. പക്ഷേ ഇത് അങ്ങനെ വിടാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ആനിമൽ റെസ്ക്യൂ സംഘത്തിന്റെ പരാതിയിൽ നായയെ ഉപദ്രവിച്ചതിന് ഷൈജു തോമസ് എന്നയാൾക്കെതിരെ തൊടുപുഴ പോലീസ് കേസെടുത്തു. ഇത്തരം മിണ്ടാപ്രാണികൾക്കായി പലപ്പോഴും രക്ഷയാകുമ്പോഴും റെസ്ക്യൂ സംഘത്തിന് വലിയ വെല്ലുവിളികളാണെന്ന് ഇവർ പറയുന്നു. ജില്ലാ വെറ്റിനറി ആശുപത്രിയിൽ മതിയായ സൗകര്യങ്ങളില്ലെന്നും അതിനാൽ പലപ്പോഴും സ്വകാര്യ ആശുപത്രിയെയാണ് റെസ്ക്യൂ സംഘത്തിന് ആശ്രയിക്കേണ്ടി വരുന്നതെന്നും ഇവർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ.